നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. വീടൊക്കെ ശരിക്ക് കണ്ടോ കുട്ടി? പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയത് താനാണെന്ന് അറിഞ്ഞു. എന്നാ പിന്നൊന്ന് അഭിനന്ദിക്കാന്ന് കരുതി വിളിക്കുകയായിരുന്നു. അസലായിട്ടുണ്ട്. ചേച്ചി എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? ബോധമില്ലാണ്ടായോ മുത്തശ്ശിക്ക്? അച്ഛൻ സമ്മതിക്കണ്ടേ? എന്താ ഇത്? എല്ലാരും അവിടെ തന്നെ നിൽക്കുന്നേ. വരൂ. ദാ വരുന്നു. അവന്റെ കണ്ണിൽ നീ പെടാൻ പാടില്ല. എന്റെ ലൈഫ് വെച്ചാ കളിക്കുന്നെന്ന് മറക്കണ്ട. വരൂ, ഇരിക്കൂ. വരൂ, ഇരിക്കൂ. സുഖാണോ മോനെ? അതെ അമ്മേ. അല്ല, വരുണ എവിടെ? അവനിപ്പോ റൂമിലേക്ക് പോയതേ ഉള്ളൂ. പുറത്തേക്ക് വരുമെന്ന് കണ്ടറിയണം. അല്ല, അവന്റെ ഫ്രണ്ട്സ് ആരെങ്കിലും വിളിച്ചാലേ ഒറ്റ ഇരിപ്പ് അവനങ്ങ് ഇരുന്ന് കളയും. കേട്ടോ തിരുമേനി, ആസ്ഥാനത്ത് കയറി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കാൻ ഞങ്ങളുടെ കൽപ്പനയെ കഴിഞ്ഞേ വേറെ ആളുള്ളൂ. മോളെ പ്രിയങ്കേ, അതൊക്കെ എടുത്ത് എല്ലാവർക്കും കൊടുക്കും മോളെ. വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാ. ഇനി ഇപ്പൊ ഇതൊക്കെ അയൽവക്കത്ത് വിതരണം ചെയ്യണം. അതിന്റെ പാത്രം തിരിച്ചു വാങ്ങണം. അല്ലാതെ ഇവിടെ ആരാ ഇതൊക്കെ കഴിക്കുന്നത്? അല്ല, നീ എപ്പോഴാ ഉർവശി ന്യൂ ജനറേഷൻ ആയത്? എനിക്ക് ഈ വീട്ടു പലഹാരങ്ങളെന്ന് പറഞ്ഞാല് അതിനേക്കാൾ പ്രിയം വേറൊന്നുമില്ല. എടുത്തോളൂ. ബിജു, വരുണിനെ ഇങ്ങോട്ട് വിളിച്ചോ. അവിടെ തിരക്കുന്നുണ്ട്. പോയില്ലേ അവര്? വെറുതെ അതും ഇതും പറയാതെ നീ ഒന്ന് അകത്തോട്ട് വരാൻ നോക്ക്.
ഉർവശി ഇങ്ങോട്ട് വരൂ. എന്ത് പണിയാ വരുൺ? അച്ഛനും അമ്മ വന്നത് കണ്ടില്ലേ? സോറി, ഒരു ഫ്രണ്ടിന്റെ കോള് വന്നു. ആ, കൃത്യസമയത്ത് വിളിക്കാൻ ഫ്രണ്ട്സ് ഒരുപാടുണ്ടല്ലോ അല്ലേ വരുൺ? വരുൺ കഴിച്ചു നോക്ക്. കേട്ടോ തിരുമേനി, നിങ്ങളുടെ ഈ സ്പെഷ്യൽ ഹൽവ ഉണ്ടല്ലോ, വല്ലാത്തൊരു ടേസ്റ്റ് അതിന്. ഇത് ആരുടെ കൈപ്പുണ്യാ? യശോദയുടെ ആണോ അമ്മയുടെ ആണോ? അച്ഛാ, ഞാൻ നിർത്തോട്ടെ? ആദ്യം നീ അതൊന്ന് ഓഫ് ചെയ്ത് വെക്കേ. അല്ല, പറഞ്ഞില്ലല്ലോ ഇതൊക്കെ ആരാ ഉണ്ടാക്കിയത്? ഇതൊക്കെ രാധിക ഉണ്ടാക്കിയതാ. എവിടെയാ കുട്ടി? ഒന്നിങ്ങോട്ട് വിളിക്കൂ. ഇവിടെ ഉണ്ടായിരുന്നല്ലോ. അതെ, എവിടെ പോയാലും അവൾക്ക് ഈ വീടൊക്കെ ചുറ്റിക്കറങ്ങി കാണുന്ന ഏർപ്പാടുണ്ട്. അവിടെ എവിടെയെങ്കിലും ഒക്കെ കാണും. മോളെ പ്രിയങ്കേ, രാധിക എവിടെയാന്ന് നോക്കുക. ഞാൻ വിളിക്കാം, വിളിച്ചിട്ട് വരാം. എടോ, അവിടെ എല്ലാരും തന്നെ അന്വേഷിക്കുന്നു. അല്ല, ഞാൻ ഇവിടേക്കൊന്ന് വെറുതെ വാടോ. അല്ല, രാധികേ, വാ വന്നേ. ആ, വീടൊക്കെ ശരിക്ക് കണ്ടോ കുട്ടി? പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയത് താനാണെന്ന് അറിഞ്ഞു. എന്നാ പിന്നൊന്ന് അഭിനന്ദിക്കാന്ന് കരുതി വിളിക്കുകയായിരുന്നു. അസലായിട്ടുണ്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.